ജയസൂര്യ സർ, നമസ്കാരം. ആനകൾ നമസ്കാരം. മനുഷ്യജീവൻ എടുക്കുന്ന വാർത്തകൾ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചരിക്കുകയാണ്. അത്തരം ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞിട്ട് 3 പേരാണ് മരണപ്പെട്ടത്. അപ്പം നമ്മുടെ നേരത്തെ തന്നെ ഈ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമായിരുന്നു. അത്തരത്തിൽ ആനകളെ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല മനുഷ്യാവകാശ പ്രവർത്തകരായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകൃതി പ്രവർത്തകരായിക്കോട്ടെ, ഇത്തരം ആളുകളൊക്കെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ശരിക്കും നമ്മുടെ ഈ ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു മതത്തിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിലോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ആനകൾ എഴുന്നള്ളിപ്പിന് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ആചാര വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തെ നിർവചിക്കുകയും ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നിർവചിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിലെ ഒരു വരിയിൽ, ഒരു വാക്കിൽ പോലും ആനയെ എഴുന്നള്ളിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശങ്കരാചാര്യർ മുതൽ ഇന്ന് വരെയുള്ള ഒരു പണ്ഡിതന്മാരും ആനയെ എഴുന്നള്ളിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ന് സന്യാസി വര്യന്മാരടക്കമുള്ള മാർഗദർശക് മണ്ഡൽ എന്നൊക്കെ പറഞ്ഞ സന്യാസിമാരുടെ സംഘടന പോലും ഈ ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്ന അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആന ഇൻഡസ്ട്രി, ആന എഴുന്നള്ളത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഈ ആന വേണം എന്ന് നിർബന്ധിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ വലിയ ഒരു ധൂർത്തിന് കാരണമാകുന്നത്. ഇന്നിപ്പോൾ ഒരു ആനയുടെ പാട്ടം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം. ആനയുടെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ച് അത് 4 ലക്ഷം 5 ലക്ഷം വരെ ഒരു ദിവസം വരാറുണ്ട്. ഈ ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കുന്നതാണ് മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ സമയം ഒത്തിരി എടുക്കും. എങ്കിൽ പോലും ചുരുക്കി പറയാം, ഒരു ആനയുടെ ഈ ഉടമസ്ഥന്മാരൊക്കെ തന്നെ ആനയെ മാർക്കറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിക്കാൻ പോയാൽ അതിന് ചുറ്റും ഒരു 8-10 ഫ്ലെക്സ് ബോർഡ് വെക്കും. ചിലടത്ത് ഫ്ലെക്സ് ബോർഡിന്റെ എണ്ണം കൂടും. ആന ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കും. ഇതെല്ലാം ആന മുതലാളിമാരുടെ സൃഷ്ടിയാണ്. അതിനുവേണ്ടി ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയും ഭംഗിയായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഓരോ ആനയുടെയും മൂല്യം വർദ്ധിക്കുന്നതനുസരിച്ച് മുതലാളിമാർക്ക് പണം കിട്ടും. ഇതിനകത്തും രസകരമായ ഒരു കാര്യമുണ്ട്. ഞാനിത് പറയുന്നത് കച്ചവടത്തിന്റെ അർത്ഥത്തിൽ മാത്രമാണ്, മതപരമായിട്ടുള്ള അർത്ഥത്തിലല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് തന്നെ സൂചിപ്പിക്കട്ടെ. 99% ആനകളും ഹിന്ദുക്കളാണ്. 99% ആനകളുടെ പേരും ഹിന്ദു പേരുകളാണ്. എന്നാൽ 90% ആനകളുടെ ഉടമസ്ഥന്മാരും ഹിന്ദുക്കളല്ല. അപ്പോൾ ഞാനതിനകത്ത് വർഗീയത പറയുകയല്ല, ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ആ ടെക്നിക്കാണ് ഇവിടെ മനുഷ്യ മനസ്സിനെ കീഴടക്കുന്നത്. പരസ്യം കൊണ്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആനയെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന ഭ്രാന്താണ് ഈ ആന വേണമെന്നുള്ള ആവേശം വരുന്നത്. എന്നാൽ തൃശൂർ പൂരം പോലെയുള്ള ചില ഉത്സവങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവിടെ ആന എഴുന്നള്ളത്തുണ്ട്. പക്ഷെ നമ്മൾ നോക്കൂ, അവിടെ ഒരിക്കലും 100 ആന, 150 ആന, 30 ആന, 40 ആന അങ്ങനെയൊന്നും വരുന്നില്ല. അതിന് കൃത്യമായ കണക്കുണ്ട്. അത്രയും ആനകൾ മാത്രമേ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാറുള്ളൂ. അപ്പൊ തൃശൂർ പൂരം പോലെയുള്ള, ആറാട്ടുപുഴ പൂരം പോലെയുള്ള പഴയ കാലഘട്ടം മുതൽ നിലനിന്നു പോരുന്ന 1-2 സ്ഥലങ്ങൾ ഒഴികെ ബാക്കി ഒരിടത്തും ഈ ആനയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ആഘോഷപൂർവമായ മാർക്കറ്റിങ്ങും എഴുന്നള്ളത്തും ആവശ്യമില്ലാത്തത് തന്നെയാണ്. പക്ഷേ അതിന് നിയമമുണ്ടാക്കാനും അത് നിരോധിക്കാനും സർക്കാരുകൾ തയ്യാറാവില്ല. കാരണം അത് മതപരമായിട്ടുള്ള വലിയ വികാരങ്ങൾ ഉണർത്തിവിടും. അപ്പോൾ ഗവൺമെന്റുകൾ താഴെ വീഴും എന്നുള്ളത് കൊണ്ട് ആരും എതിർക്കാനൊന്നും പോവുകയില്ല. പക്ഷേ മനുഷ്യൻ മരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു, 3 പേരാണ് മരിച്ചത്. ഒരു വർഷത്തെ മൊത്തം കണക്കെടുക്കുമ്പോൾ 100 കണക്കിന് ആൾക്കാരാണ് കേരളത്തിലെ ക്ഷേത്രാങ്കണങ്ങളിൽ ഇതുപോലെ കൊല്ലപ്പെടുന്നത്. ഇത് ഒരു കാരണവശാലും
ഒരു ഗ്രന്ഥത്തിലും ഒരു പണ്ഡിതനും ഒരു പാരമ്പര്യത്തിലും ഒരു ആചാരാനുഷ്ഠാനത്തിന്റെയും ഭാഗമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കർശനമായ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ തന്നെ, തൃശ്ശൂർ പൂരം അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളുടെ ആ ഉത്സവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആന എഴുന്നള്ളിപ്പുള്ള കാര്യം നമുക്കറിയാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിലും ഇത്തരം രീതിയിലുള്ളൊരു ആനകൾ വേണം എന്നുള്ളൊരു സ്വാധീനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ലേ? അപ്പോൾ ഇത്തരം വലിയ ഉത്സവങ്ങളിലും എന്തിനാണ് ആനകൾ എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ കാലാനുസൃതമായി സൃഷ്ടിക്കപ്പെടുന്ന മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ്. ഒരു ഉത്സവം ഗംഭീരമാകണമെങ്കിൽ ഇത്ര ആന വേണം, അതിൽ ഇന്ന ആനകൾ തന്നെ വേണം, അതിനുവേണ്ടി ഇത്ര ലക്ഷം രൂപ അല്ല ഇത്ര കോടി രൂപ മാർക്കറ്റിങ്ങിനായിട്ട് അല്ലെങ്കിൽ ആനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊക്കെ വരുമ്പോ കേരളത്തിലെ ആനകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ഒരു വർഷത്തെ ഉത്സവങ്ങളിൽ കേരളത്തിൽ 34,600 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഈ 34,600 ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളത്തില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും കൊമ്പനാന വേണമെന്നില്ല. പിടിയാന മാത്രം എഴുന്നള്ളിക്കുന്ന കുമാരനെല്ലൂർ, കോട്ടയത്തിനടുത്ത് കുമാരനെല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങൾ, പിടിയാന മാത്രം എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇനി ആന എഴുന്നള്ളത്തേ ഇല്ല, പകരം ജീവത എന്ന് പറയുന്ന പല്ലക്ക്, രഥം, ഇതൊക്കെ ഉപയോഗിക്കാം, ആർക്കും ദോഷമില്ല. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങൾ വർദ്ധിച്ചു വരികയും ആനയുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്താൽ ആനയുടെ പേരിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഓരോ വർഷവും നടത്തുന്ന കോടാനുകോടി രൂപയുടെ ധൂർത്ത് സാമ്പത്തിക നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആന എഴുന്നള്ളിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് നേട്ടമാണ് ഹിന്ദു സമൂഹത്തിന് ഉണ്ടാവേണ്ടതെന്ന് ഗൗരവപൂർവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് കാലാനുസൃതമായി മാറ്റപ്പെടേണ്ട ഒരു അന്ധവിശ്വാസവും അനാചാരവും തന്നെയാണ്. ശരിക്കും ഈ ഒരു എഴുന്നള്ളിപ്പ് നമ്മൾ മതഗ്രന്ഥങ്ങളിലോ മറ്റ് അങ്ങനെയുള്ള ഒന്നിലോ സൂചിപ്പിച്ചിട്ടില്ല എന്ന് സാറ് പറഞ്ഞു. പക്ഷെ എങ്ങനെയായിരിക്കും ഇതൊരു ഈ ആചാരങ്ങളുടെയും ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആന എഴുന്നള്ളിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ടിട്ടുണ്ടാവുക? അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ റോഡുകൾ തീരെ ഇല്ലായിരുന്നു. ചതുപ്പ് നിലങ്ങളും പാടങ്ങളും തോട്ടങ്ങളും പുരയിടങ്ങളും അതിന്റെ ഇടയിൽ കൂടെയുള്ള ഇടവഴികളും മാത്രമുണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം പറയെടുപ്പ്, അല്ലെങ്കിൽ ദേശത്തിലും മുഴുവൻ പ്രദേശങ്ങളിലും വീടുകളിലേക്ക് ദേവത എഴുന്നള്ളുന്ന ചടങ്ങുകൾ. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുക. അതിൽ മധ്യ തിരുവിതാംകൂറിലൊക്കെ, തിരുവിതാംകൂർ ഭാഗത്ത് പറയെഴുന്നള്ളിപ്പ് എന്ന് പറയും, പറയെടുപ്പ്. അതായത് പണ്ട് പറയെടുപ്പ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആറാട്ടിന് പോകുമ്പോഴും ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഒക്കെയുള്ള പറയെടുപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ ദേശതാലപ്പൊലി, ദേശപറയെടുപ്പ് എന്ന രീതിയിലേക്ക് അത് വളർന്നു. ആ കാലത്ത് വാഹനങ്ങൾ പോകാൻ വഴിയില്ലാതിരുന്നപ്പോൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക എന്നൊരു ചടങ്ങ് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ റോഡുകൾ ഇഷ്ടം പോലെയായി, ആനയുടെ ആവശ്യമില്ല. എല്ലാ വീടുകളിലേക്കും ഒന്നുകിൽ പല്ലക്കിലോ അല്ലെങ്കിൽ രഥത്തിലോ നമുക്ക് ദേവവിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഉദാഹരണമാണ് നമ്മുടെ ബാലഗോകുലത്തിന്റെ അഷ്ടമിരോഹിണി പരിപാടി. അഷ്ടമിരോഹിണി പരിപാടിയിൽ രഥങ്ങളാണ് ഉപയോഗിക്കുന്നത്, ആനകളെ അല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ തീരുമാനമെടുത്താൽ മതി. കാലാനുസൃതമായി റോഡുകൾ ഉണ്ടായിരിക്കുന്നു, എല്ലാ വീട്ടിലും റോഡുകൾ എത്തുന്നത് കൊണ്ട് ആനയ്ക്ക് പകരം രഥങ്ങളിലോ അല്ലെങ്കിൽ പല്ലക്കുകളിലോ എഴുന്നള്ളിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ ഈ വലിയ ധൂർത്തൊഴിവാകും. നൂറുകണക്കിന് ആൾക്കാര് ക്ഷേത്രമുറ്റങ്ങളിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ആ ഒരു ദുരവസ്ഥ ഒഴിവാകും. ക്ഷേത്രങ്ങളുടെ സാമ്പത്തിക ബാധ്യതയും ഒഴിവാകും. തീർച്ചയായിട്ടും ജയസൂര്യൻ സാർ, അപ്പോൾ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രാങ്കണങ്ങളൊക്കെ അതിൻ്റെ ഉത്സവങ്ങളും ഒക്കെ മാറണമെന്നാണ് സാറ് സൂചിപ്പിച്ചത്. ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അത്തരം അനാവശ്യങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ഹിന്ദു സമൂഹം തന്നെ ഇത്തരം ദാരുണമായ വാർത്തകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.